അതേസമയം ഏത് ബന്ധുമിത്രാദികളാണോ അഥവാ ബന്ധങ്ങളാണോ നമ്മുടെ കുറ്റവും കുറവും കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ഏത് ചെറിയ വീക്ക്നെസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും അതിനെ സൂക്ഷിച്ചു വെച്ച് സമയത്ത് ആയുധമാക്കിക്കൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് കാണുന്ന സമയത്ത് എങ്ങനെയാണ് കാല് വലിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത്, അത്തരം ബന്ധുക്കൾ നമ്മുടെ ശത്രുക്കൾ അഥവാ നമ്മുടെ ശാപങ്ങളാണ്. എന്നാൽ ഈ ശാപങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഈ ശത്രുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നു, അവരകന്ന ബന്ധുവായിരുന്നെങ്കിൽ. എന്നാൽ അടുത്ത ബന്ധുവാണെങ്കിലോ, എൻ്റെ ഇൻലോസ് ആണെങ്കിലോ, എൻ്റെ തന്നെ മാതാപിതാക്കളാണെങ്കിലോ, എൻ്റെ ഹസ്ബൻഡോ മക്കളോ ആണെങ്കിലോ ഞാൻ എന്തു ചെയ്യും? അവരൊഴിവാക്കിയിട്ട് എവിടേക്ക് പോവാൻ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്നേഹമുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചാൽ ഒരു കുഴപ്പമില്ല. വന്നു കയറുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരാൻ കഴിയുമെങ്കിൽ ആ ക്ഷീണത്തിനൊക്കെ അപ്രത്യക്ഷമാവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതി. എത്ര തന്നെ കഷ്ടപ്പെട്ട് വിഷമിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിരിക്കുകയാണെങ്കിലും ആ നേട്ടങ്ങളെ കൊണ്ട് കൊടുക്കേണ്ട ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ അവരുടെ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുമെങ്കിൽ, അഥവാ അവരുടെ കണ്ണ് തിളങ്ങുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് സുഖമായിട്ട് പരിവർത്തനപ്പെടും, ദുഃഖങ്ങൾ സുഖത്തിലേക്ക് മാറ്റപ്പെടും. ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ബന്ധുക്കളായിട്ട് അഥവാ ബന്ധുമിത്രാദികളായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് ഒരു നല്ല റിലേഷനായിരിക്കണം നമുക്ക്.